നുണ പറയുകയാണ്, നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ഛത്തീസ്ഗഡിൽ പ്രസംഗിക്കുന്നു, ശേഷം ഇവിടെ ടോങ്കിൽ, രാജസ്ഥാനിലെ ടോങ്കിൽ പ്രസംഗിക്കുന്നു. രണ്ടിടത്തും ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹനുമാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റില്ല എന്ന് ആരാ പറയുന്നത്? ഒരു പ്രധാനമന്ത്രി. ഛത്തീസ്ഗഡിൽ വെച്ച് ഇന്ന് ഞാൻ ശ്രദ്ധിക്കണം, ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അദ്ദേഹം നടത്തിയ പ്രസംഗം, അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ടിപ്പണി വെച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗങ്ങൾ, ഇതിൽ ഒരു വേറൊരു ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ഷിഫ്റ്റ്, ഒരർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കമാണ്. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾക്ക് വിഭവങ്ങൾ കൊടുത്തു, മുസ്ലിങ്ങൾക്ക് വിഭവങ്ങൾ കൊടുത്തു എന്നാണല്ലോ ഈ ആദ്യ പ്രസംഗത്ത് പറയുന്നത്. വിഭവങ്ങളുടെ പ്രാഥമികാധികാരികൾ മുസ്ലിങ്ങളായിരിക്കണം, നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്കും നമ്മളെ സ്വത്തെല്ലാം കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അതിനൊരു അഡിഷൻ വന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുമുതൽ SC STക്കും OBCക്കും കിട്ടേണ്ട അവകാശങ്ങൾ അത് ആർക്ക് കൊടുക്കുകയാണ്? മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയത്തിലൂടെ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതെന്താ കിടക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം കിടക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, ദലിതുകൾ, OBC, ഇവരുടെ ഒരു വലിയ ഒരു സംഘാടനമാണ് യഥാർത്ഥത്തിൽ ജാതി സെൻസസിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് ഇവർ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി ധാരാളമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതേ ഒരു സാധനം തന്നെയാണ് OBC, ദലിത്, BJP ഉത്തരേന്ത്യയിൽ പ്രാഥമികമായും ഒരു സവർണ പാർട്ടിയായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ പിന്നോക്ക വിഭാഗങ്ങളെയും ദലിതരെയും സംഘടിപ്പിക്കുക എന്നൊരു രാഷ്ട്രീയ കൗശലം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താണ് അവർ ചെയ്യുക? കണ്ടില്ലേ, 2004 മുതൽ 2004 അവർ ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ശ്രമിച്ചു. കോടതിയുടെ ജാഗ്രത കാരണം അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. SC ST ദലിതർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ് ഇത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ അവർ ശ്രമിച്ചത് എന്നാണ് ഓരോ SC STയുടെയും OBCയുടെയും അവകാശങ്ങൾ കവർന്നെടുത്ത് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംഘമാണ് കോൺഗ്രസ് എന്നാണ് അങ്ങനെ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് യോഗി ആദിത്യനാഥും പറഞ്ഞത്. മുസ്ലിങ്ങൾക്കാണ് പ്രാഥമികാധികാരം, സമ്പത്തിൻ്റെ പ്രാഥമികാധികാരം എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. നോക്കൂ, നമ്മളുടെ ദലിതർ എന്തു ചെയ്യും, OBC എന്തു ചെയ്യും, സ്ത്രീകൾ എന്തു ചെയ്യും, യുവാക്കൾ എന്തു ചെയ്യും, പാവപ്പെട്ടവർ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അമ്രോഹയിൽ പ്രസംഗിക്കുന്നത്, യോഗി ആദിത്യനാഥ്. അപ്പം ഈ വിദ്വേഷ പ്രചാരണം, വിഷപ്രചാരണം, വെറുപ്പ് പ്രചാരണം തുടരുക എന്നുള്ളത് മാത്രമല്ല, അതിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിന് വേറൊരു എന്താ പറയുക, ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് ദലിതുകളെയും OBCകളെയും മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കൂടെ ഇവർ കൊണ്ടുപോവുകയാണ്. അതാണ് ഇന്നത്തെ ഈ ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും UPയിലെ യോഗി ആദിത്യനാഥിൻ്റെയും പ്രസംഗത്തിൽ മനസ്സിലാവുന്നത്.